എല്ലാവർക്കും നമസ്കാരം. മനു, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഇഷ്യൂ ആണ്. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി, അഹാന, തൻവി, സിന്ധു കൃഷ്ണകുമാർ, ഇങ്ങനെ പോകുന്ന വിഷയമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഓരോ മണിക്കൂർ വെച്ച് ഇന്റർവെല്ലിന് ബെല്ലടിക്കുമായിരുന്നു. അതേപോലെ ഓരോ 3 മാസം കൂടുമ്പോഴത്തേന് ആ കുടുംബത്തിന് ഒരു വിവാദം പൊട്ടി പുറപ്പെട്ട് വരും. ഉണ്ടാവുന്നതാണോ ഉണ്ടാക്കുന്നതാണോ? ഉണ്ടാക്കുന്നൊരു സാധനം എനിക്കില്ല. അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ അതോ ഇങ്ങനെ ഉണ്ടായി പോകുന്നതാണോ എന്നുള്ളതാണ്. പെട്ടുപോകുന്നെന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണകുമാർ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ സോക്കോൾഡായിട്ട് പറയുന്ന പോലെ തന്നെ ആരും തെറ്റിദ്ധരിക്കല്ലേ, വായിൽ സ്വർണ്ണക്കരണ്ടി കെട്ടി ജനിച്ച ടീംസാണ്. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ സ്വർണ്ണമാണല്ലേ, അവരുടെ ലൈഫ് സ്റ്റൈൽ അതാണ്. അപ്പൊ അവര് നീയൊക്കെ ആരടാ, എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ആ ഒരു സെറ്റാണ് അവര്. അതുകൊണ്ട് ഇവിടെ നിന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. ഒരു കിലോമീറ്റർ അപ്പുറത്താണ് വീട്. അല്ല, അവര് നല്ല കുടുംബം, അവര് സൂപ്പറാ. അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാന്ന് പറഞ്ഞതാ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അടി കിട്ടുന്ന നോക്കിക്കോ, അവരുടെ വീടിന്റെ മുന്നിലൂടെ പോകുന്നു. അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ സാധാരണക്കാരനായ ഒരാൾക്ക് ഇത് അഹങ്കാരമായിട്ട് തോന്നും. ശരിക്കും അങ്ങനെയല്ല, പക്ഷെ കാണുമ്പോൾ അങ്ങനെ അഹങ്കാരം. നിലപാട് മനസ്സിലായതല്ലേ? അപ്പൊ അവര് ജീവിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. പക്ഷെ നമുക്ക് കാണുമ്പോഴത്തേനും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആക്ച്വലി ഈ ഒരു വിഷയം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോസ് കണ്ടു, പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാത്തതിന് കാരണം ഫാമിലി മാറ്റർ ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാവരും വീഡിയോ ചെയ്തല്ലേ. നിങ്ങൾ സംസാരിക്കാത്ത ഫാമിലി ബ്ലോഗേഴ്സ് ഇല്ല, സകലമായ ഫാമിലി ബ്ലോഗേഴ്സ്. അങ്ങനെയല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും അതൊന്നുമല്ല. ഈ പുള്ളിക്കാരന് സെന്റിമെന്റ്സ് അടിച്ചു, ഇതാണ് സാധനം, വേറെ കഥയൊന്നും ഇല്ല. അതല്ലേ സാധനം. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയും. അതൊരു വസ്തുതയാണ്. കാരണം ആ അമ്മുമ്മയുടെ ഭാഗമില്ലേ, അത് ആരും സംസാരിക്കുന്നത് കാണുന്നില്ല. എല്ലാവരും സംസാരിക്കുന്നത് തൻവിയുടെ വേർഷൻ, അഹാനയുടെ വേർഷൻ, സിന്ധു കൃഷ്ണകുമാറിന്റെ വേർഷൻ. പക്ഷെ അമ്മുമ്മയ്ക്ക് അഹാന ഇന്നലെ മറ്റേ തെറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഈ അമ്മുമ്മനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അമ്മുമ്മ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതേക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഈ ഒരു വിഷയത്തിൽ, അല്ല ഓഡിയൻസിനോട്, നിങ്ങളോടല്ല, ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. കാരണം ഞാൻ കൃഷ്ണകുമാർ കുടുംബത്തിന്റെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് പൂർണ്ണമായിട്ട് ശരിയൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. ഇദ്ദേഹം ഈ അമ്മൂമ്മയുടെ ഭാഗത്താണ് ശരിയെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് പറഞ്ഞില്ല. ഇതിനകത്ത് എല്ലാവരും തെറ്റുകാരാണ്. എല്ലാവരും തെറ്റുകാരാണ്. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും വന്ന് എന്നെ ചീത്ത വിളിക്കുന്ന ഒരു സാധനം, എന്തൊക്കെയാന്ന് പറഞ്ഞാലും അമ്മൂമ്മയോട് അങ്ങനെ പ്രതികരിക്കാൻ കൊള്ളാമോ? കൊള്ളത്തില്ല. ഞാൻ ഒരിടത്തും ഒരു അമ്മൂമ്മയോട് ചെയ്ത് ശരിയാണെന്ന് പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് അമ്മൂമ്മയുടെ ഭാഗം സംസാരിച്ചെന്നറിയോ? എന്റെ വീട്ടിൽ എന്റെ അമ്മൂമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു 5-6 വർഷം, അല്ല ഒരു 8 വർഷമായി. ഓക്കെ, അപ്പൊ അമ്മൂമ്മ മരിക്കുന്നത് അമ്മൂമ്മയുടെ 92 വയസ്സിലാണ്. ഈ പ്രായമായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾ വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു മൂശേട്ട സ്വഭാവം അങ്ങനെയല്ല. പ്രായമായി കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവമായിട്ട് മാറും. പ്രായമായത് കുട്ടികൾ മൂശേട്ടെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, പ്രായമായി കഴിഞ്ഞാൽ മാറ്റം വരും, സ്വഭാവത്തിൽ ചേഞ്ച് വരും. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പിടിവാശിയായിരിക്കും. അവർ വിചാരിക്കുന്ന കാര്യം നടക്കണം. അങ്ങനെയാണ്. എൻ്റെ അമ്മമ്മയെ സംബന്ധിച്ച് അമ്മമ്മയാണ് എന്നെ വളർത്തിയത്. ഞാൻ അതൊരു ചെറിയ ഇതായിട്ട് പറയാം. അമ്മമ്മയാണ് എന്നെ വളർത്തിയത്. അമ്മ ഇല്ലാത്ത സമയത്ത്, അമ്മ കുറച്ചുകൂടെ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് എനിക്ക് 6 മണിക്ക് പ്രാക്ടീസിന് പോകണം. ഇതിനു വേണ്ടി ഹോക്കി അതിനു വേണ്ടി അമ്മമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരിക. ആർക്ക്? 6 മണിക്ക് ഹോക്കി കളിക്ക് 6 മണിക്ക് വീട്ടിൽ നടന്ന കാര്യം പറഞ്ഞത്. അവിടെ എത്തുമ്പോൾ 6-7 മണിയാവും. അപ്പോ അങ്ങനെ എന്നെ നോക്കിയത് അമ്മമ്മയാണ്. വൈകുന്നേരം വരുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ ഈ രീതിയിൽ എന്നെ അത്രയും പാമ്പർ ചെയ്താണ് അമ്മമ്മ നോക്കിയിട്ടുള്ളത്. പക്ഷെ ആ സ്നേഹം ആർക്കും കിട്ടിയിട്ടില്ല. എൻ്റെ അനിയന് കിട്ടിയിട്ടില്ല. കാരണം അവൻ ജനിച്ചു വളർന്നപ്പോൾ അമ്മ ഏകദേശം ഏജായി. ഞാനേ ആദ്യം ഈ സംഭവം അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി പറയാം. ആർക്കും അറിയാത്തത് ആദ്യമായിട്ടായിരിക്കും ഇതിനകത്ത് ഈ വീഡിയോ ചാനൽ കാണുന്നത്. ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയ്ക്ക് 2 മക്കളുണ്ട്. അതിലൊരു മോളാണ് നമ്മുടെ സിന്ധു കൃഷ്ണ. മറ്റൊരു മോള്, അവരുടെ പേര് എനിക്കറിയത്തില്ല, ഇവര് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ഈ ചിന്നമ്മയുടെ മോളാണ് തൻവി എന്ന് പറയുന്ന കുട്ടി. തൻവി നാട്ടിലേക്ക് വന്നു, ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു. നാട്ടിലേക്ക് വരാനുള്ള കാരണം അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല. ഇതിന് ഡയറക്റ്റ്ലി പോയി ഹിറ്റ് ചെയ്തത് കൃഷ്ണകുമാർ ഫാമിലിയാണ്. കാരണം അവരാണല്ലോ നാട്ടിലുള്ള അവരുടെ ഒരു മോള്. സോ അവരെ ഇപ്പോൾ ഹിറ്റ് ചെയ്തപ്പോൾ അഹാന വന്നിട്ട് കുറേ കഥകൾ പുറത്തു പറഞ്ഞു. ഇതാണ് പ്രശ്നം. ഇനി ബാക്കി ഇതിനകത്ത് എന്താ ഞാൻ പറഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ. തൻവി വീഡിയോ ചെയ്തപ്പോൾ അമ്മൂമ്മേനെ ആ കോളിലേക്ക് ആഡ് ചെയ്തു. അല്ലെങ്കിൽ അമ്മൂമ്മ വിളിച്ചപ്പോൾ ആ വീഡിയോയിലേക്ക് അമ്മൂമ്മ ആഡ് ചെയ്തു. അപ്പോൾ അമ്മൂമ്മ ഈ പറഞ്ഞ വിഷമങ്ങൾ സംസാരിച്ചു. തൻവി അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം തൻവിക്ക് അറിയാം, തൻവി ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഓൾറെഡി എപ്പോൾ വിളിച്ചാലും അമ്മയ്ക്ക് സങ്കടം പറയാൻ സമയം ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ ഈ സങ്കടം എന്തിനെ കുറിച്ചാണെന്ന് അവർക്കറിയാം. അപ്പോൾ ആ സാധനം പുറത്ത് പോയി, ഫാമിലി കാര്യമാണ്, ആ സാധനം പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ആരെ ഹിറ്റ് ചെയ്യും എന്നുള്ളത് തൻവി ചിന്തിക്കണമായിരുന്നു. പക്ഷെ തൻവിയുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണോ ചിന്തിക്കാത്തതാണോ നമുക്കറിയില്ല. അതോ ഇനി കോണ്ടന്റിന് വേണ്ടിയാണോ നമുക്കറിയില്ല. തൻവി അത് പുറത്ത് വിട്ടു.
അവിടെ കയ്യിൽ നിന്ന് പോയി. ഇതാര് മനസ്സിലാക്കണമായിരുന്നു? തൻവി. ഇപ്പോഴത്തെ ടീം മനസ്സിലാക്കണമായിരുന്നു. അതെ, അത് സംസാരിച്ചു. അല്ല, അത് അപ്പുറത്തെ ടീം മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. കാരണം തൻവി അങ്ങനെ വീഡിയോ ഇട്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കമന്റ്സ് കയറി. കമന്റ്സ് സിന്ധു കൃഷ്ണയുടെ ചാനലിലേക്ക് പോയി. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് ഹിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊതുവെ ഒരു വിവാദം നടന്നു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഫാമിലി പോടാ പുല്ല പോലീസ് എന്ന് പറയുന്ന ടീമുകളാണ് അവര്. ഓക്കെ, ഞാൻ പറയട്ടെ, ഇത് ശരിക്കും അവർക്ക് ഇത്രയും അധികം ഇപ്പൊ അഹാന വരെ എക്സ്പോസ്ഡ് ആവാനുള്ള റീസൺ എന്താണ്? അഹാനയുടെ ഒരു വീഡിയോ വന്നപ്പോൾ വീണ്ടും ചർച്ചയായി. ഒരു വിഷയം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം അതിനാവശ്യം ഉണ്ടാവും? മാക്സിമം ഒരു മാസം വേണ്ട, ഒരാഴ്ചക്ക് പോകുള്ളൂ. ഈ വിഷയം ഒരാഴ്ച പോകുള്ളൂ, അടുത്ത വിഷയം വരും. അപ്പം തൻവിയുടെ ഇത് സംഭവം വന്നു. തൻവി 2 വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. 2 വീഡിയോ ചെയ്തല്ലോ, ആ 2 വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ പറഞ്ഞത് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. അതും ചെയ്തില്ല, 2 വീഡിയോ. അപ്പൊ അത് കോണ്ടന്റിന് വേണ്ടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. തൻവി ഇതിനകത്ത് ഒരുപാട് കുത്തിത്തിരിപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും അമ്മൂമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടാവാം. ഒന്ന്, അമ്മൂമ്മ ആ വീഡിയോ കോളിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഒന്ന്. 2, തൻവി ലാസ്റ്റ് ടെക്സ്റ്റ് മുഖ്യ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, അമ്മൂമ്മയെ കുറിച്ച് ഓൾറെഡി ഇവർ കുറ്റം പറഞ്ഞ വീഡിയോ ഞാൻ അമ്മൂമ്മയെ കാണിച്ചു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു നീ ആ ഗ്രൂപ്പിൽ തന്നെ നിൽക്കുക, അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് പറയാം. ഇതൊരു പക്ക കുത്തിത്തിരിപ്പ് പരിപാടിയാണ്. ആരൊക്കെ പറഞ്ഞാലും ഇതൊരു കുത്തിത്തിരിപ്പ് പരിപാടി തന്നെയാണ്, അതിനകത്ത് ഒരു ചർച്ചയില്ല. അപ്പോൾ ഇങ്ങനൊരു വിഷയം നടക്കുന്നുണ്ടെന്ന് തൻവിക്ക് അറിയാം. ഏതാ കൃഷ്ണകുമാർ ഫാമിലിക്ക് അമ്മൂമ്മയിൽ താല്പര്യം ഇല്ലാന്നറിയാം. അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവരുടെ എന്ത് പറഞ്ഞാലും അവരുടെ അമ്മൂമ്മയാണ്, അത് ശരിയല്ല. അത് ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് എന്നെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നത്. അപ്പോൾ ഇത് തൻവിക്ക് ഓൾറെഡി അറിയാം. എന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ഓഡിയൻസ് മനസ്സിലാക്കിയില്ല. പോട്ടെ, കൃഷ്ണകുമാറോ സിന്ധു കൃഷ്ണയോ അഹാനയോ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്യും? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവർക്കിട്ട് കുത്താൻ വേണ്ടി തന്നെയാണ് തൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഒരു സംശയമില്ല എനിക്ക്. എൻ്റെ പാർട്ടി നിന്ദിക്കുമ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ കൃഷ്ണകുമാറിന്റെ സൈഡ്, ആ ഫാമിലിയുടെ സൈഡിൽ നിന്ദിക്കുമ്പോൾ എന്താ, അമ്മൂമ്മയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അമ്മൂമ്മയ്ക്ക് കണക്ഷൻ മൊത്തം ഇളയ മോളുമായിട്ടാണ്. പക്ഷേ വൈഫൈയുടെ പൈസ കൊടുക്കുന്നു, ഹോം നേഴ്സിന്റെ പൈസ കൊടുക്കുന്നു, ഹോം നേഴ്സ് കളഞ്ഞിട്ട് പോകുമ്പോൾ ചീത്തവിളി കേൾക്കുന്നു. അവര് ഈ അമ്മൂമ്മയെ കൊണ്ട് എക്സോസ്റ്റഡ് ആണ്. അവർ ചിന്തിക്കുന്നത് എന്താ, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നമ്മൾ അമ്മൂമ്മയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അമ്മൂമ്മയ്ക്ക് ഇന്നാളെ വെച്ച് കൊടുക്കുന്നുണ്ട്, അപ്പൊ പിന്നെ നമ്മുടെ ന്യായം പറഞ്ഞാൽ എന്താണെന്ന് അവർ ചിന്തിച്ചു. പക്ഷെ അഹാന ചെയ്തൊരു പ്രശ്നം, അങ്ങോട്ട് പറഞ്ഞ സാധനം മുക്കി. അഹാന ഭയങ്കര ബോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ വന്നു. ഭയങ്കരമായിട്ട്, അതായത് ആ വീഡിയോയ്ക്ക് അകത്ത് പോലും അപ്പുറത്ത് അമ്മ ഇരിക്കുകയാണല്ലോ, ഇല്ല അവരെ ഇരുത്തിയിട്ടാണ്. കാരണം അഹാനയുടെ കൂടെ ഇല്ലെങ്കിൽ പോലും തൊട്ടപ്പുറത്ത് അമ്മ ഇരിപ്പുണ്ട്. സിന്ധു കൃഷ്ണകുമാർ അവിടെ ഇരിപ്പുണ്ട്. ഒന്നുകിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയണമായിരുന്നു. ഏതാ ഈ അമ്മ, ഇവര് ആ കുടുംബത്തിൽ എല്ലാവരും ഒരേ ക്യാരക്ടറാണ്. അതിനകത്ത് ഇപ്പൊ ഇത്രയും നാള് പാവെന്ന് പറഞ്ഞിരുന്ന ഒരാള് അഹാനയായിരുന്നു. അതും ഇപ്പൊ എക്സ്പോസ്ഡ്. എല്ലാവരും ഒരേ, ആ ഫാമിലി അങ്ങനെയാണ്, അവരുടെ നേച്ചർ. അഹാനയോടുള്ള മതിപ്പുണ്ടായിരുന്നത് മറ്റേ ആ ഓസിയുടെ പ്രശ്നം വന്നപ്പം മെച്ചോർഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തു, ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു. അത് തന്നെ ഉദ്ദേശിച്ചത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹാന അങ്ങോട്ട് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞില്ല. അതിനകത്തൊരു പ്രശ്നം പറ്റി. ഇതിനകത്ത് 2 പേരുടെ സൈഡ്, അമ്മയുടെ കേസ് അമ്മയുടെ സൈഡ് ഞാൻ ഇത് വെച്ചിട്ട് അതിനകത്ത് കുറച്ചെങ്കിലും ബോധം പോക്കണമുള്ളത് കൃഷ്ണകുമാറിനാണ്. ഈ ഫാമിലിപരമായിട്ട് പാർട്ടിപരമായിട്ട് പുള്ളി വൻ ശോകമാണെങ്കിലും പുള്ളിക്ക് ഈ സാധനം എന്തുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ആയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? വിളി വന്നിട്ടുണ്ടാവും. കൃഷ്ണകുമാർ വളക്കം വിളിച്ചിട്ടുണ്ടാവും. കാരണം അയാളുടെ ഇമേജ്, അയാളുടെ പാർട്ടിയുടെ ഇമേജ്, അയാളുടെ ഫാമിലി ഓൾറെഡി ഇമേജ് പോയിരുന്നു. എപ്പോഴാ ഹൻസികയുടെ ആ ഇഷ്യൂല്, മറ്റേ സബ്സ്ക്രിപ്ഷൻ ഇഷ്യൂല് അത് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വിഷയം. ഇപ്പം അടിക്കടി ഇവരുടെ വിഷയം തീർക്കാൻ എനിക്ക് ഒന്ന് പാർട്ടിക്ക് സമയം ഉണ്ടാവുള്ളൂ. ആ ലെവലിലാണ് ഇത് പോകുന്നത്. ഞാൻ പറഞ്ഞ അമ്മയുടെ കേസ് ഞാൻ പറയാൻ കാരണം അവരുടെ ഏജ് എത്രയായി, അവരിനി എത്ര കാലം എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ മോഡെന്ന് വിചാരിക്കണമായിരുന്നു. ഇത് തൻവി ശരിക്കും അവിടെ നിന്നിട്ട് ഈ കൃഷ്ണകുമാർ ഫാമിലി അമ്മൂമ്മയെ ട്രീറ്റ് ചെയ്തത് നല്ല രീതിയിലല്ല. ഇനിയിപ്പോ കൃഷ്ണകുമാർ ഫാമിലിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഞങ്ങളോട് മോശമായിട്ടാണ്, ഹാർഷായിട്ടാണ് പെരുമാറുന്നത്. അവർക്കൊരു ന്യായീകരണം ഉണ്ടാവും. ഇതിനകത്ത് 2 പേരും അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആയില്ല. ഇനി തൻവിയുടെ കേസ് ഞാൻ പറയാം. തൻവിയും അഹാനയും അല്ലെങ്കിൽ ആ ഫാമിലിയും വളർന്നു വന്ന സാഹചര്യം രണ്ടാണ് ഇല്ലേ? തൻവിക്ക് പാരൻസ് ഇല്ലായിരുന്നു, നോക്കിയത് അമ്മൂമ്മയാണ്. അതുകൊണ്ട് തൻവിക്ക് അമ്മൂമ്മയുടെ കുറച്ചൊരു അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. ഇപ്പുറത്താണെങ്കിൽ അവർക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവരുടെ എല്ലാ സുഖങ്ങളിലും വളർന്നു വന്ന ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്താഗതികൾ മാറും. തൻവി അമ്മൂമ്മയുടെ കുറച്ച് അറ്റാച്ച്ഡ് ആയിരിക്കും. അമ്മൂമ്മ എന്ത് ചെയ്താലും തൻവിക്ക് അത് കടപ്പാടും കൂടിയാണ് അവിടെ, ഇല്ലേ? കുട്ടിക്കാലത്ത് വളർത്തി വലുതാക്കിയ ഒരു കടപ്പാടും കൂടി തൻവിക്ക് തന്റെ മനസ്സിലുണ്ട്. പിന്നെ തൻവിയുടെ ഒരു വീഡിയോ ഞാൻ കേട്ടു, തൻവി അവിടെ എന്തോ കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഈ പറയുന്ന OCD സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെ തൻവിയെ സംബന്ധിച്ച് തൻവി ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ എല്ലാ മക്കളും സഹിക്കണമെന്നില്ല. പിന്നെ അമ്മൂമ്മയുടെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക്, മക്കളെ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ കാണണം. ചെറുമക്കളാണെങ്കിലും എൻ്റെ അമ്മൂമ്മ അങ്ങനെയായിരുന്നു. ഞാനതാ പറഞ്ഞത്. എൻ്റെ അമ്മൂമ്മയും
ഈ പറഞ്ഞ പോലെ എന്നോടും എൻ്റെ മാമനോടും അമ്മയുടെ മൂത്ത ആങ്ങള ഭയങ്കര കാര്യമായിരുന്നു. മരണക്കിടക്ക് കിടന്ന പോലും ഞങ്ങളാണ് അന്വേഷിച്ചത്. അമ്മ അടുത്തുണ്ട്, അമ്മയെ കാണണ്ട, ഞങ്ങളെ കണ്ടാൽ മതി, അങ്ങനെ ആയിരുന്നു. അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഞാൻ പറഞ്ഞു ശരിക്കും ഇന്നത്തെ പ്രശ്നം സിന്ധു കൃഷ്ണയല്ലേ, അവരല്ലേ ഡയറക്റ്റ് മോള്. അതെ, അവരും ഈ ചിന്നമ്മ എന്ന് പറയുന്നത് അവരുടെ ശരിക്കുള്ള പേര് എനിക്കറിയത്തില്ല, അനിയത്തിയാണ്. അപ്പൊ അവർക്കാണ് ഈ സ്നേഹം വരണ്ടിയിരുന്നത്. ഇപ്പം ഇവരെപ്പോഴാണ് മനസ്സിലാക്കുന്നറിയോ, ദിയയ്ക്ക് ഒരു കുഞ്ഞുണ്ട്, അഹാനിക്ക് ഇനി കല്യാണം കഴിഞ്ഞ കുട്ടികളാവും, മറ്റു രണ്ടു പേർക്കും. ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് മറ്റേ മക്കളുണ്ടാവുമല്ലോ, ആ മക്കൾ സിന്ധു കൃഷ്ണയോട് ഇതുപോലെ പെരുമാറുമ്പോഴാണ് അവർക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയി പോകുന്നു ഒരു പാരന്റിങ്ങിന്റെ ഇഷ്യൂ ആണ് ഈ സാധനം. ഒരു ഫാമിലി, ആ ഫാമിലിക്കകത്ത് അവരെല്ലാം ഒരു ബബിളിനകത്ത് ജീവിക്കുക, ഇവർക്ക് പുറമായിട്ട് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ദിയയ്ക്ക് പിള്ളേരുണ്ടായാലും അവർ ഇത്രയും പേര് കണക്റ്റഡ് ആയിരിക്കും. ഈ സാധനം സംഭവിക്കാൻ പോകുന്നത് ആ കൊച്ച് ഇതിൽ നിന്ന് പുറത്തു പോയി മറ്റൊരാളെ കല്യാണം കഴിക്കുമ്പോൾ ആ ഫാമിലി കുറച്ചും കൂടെ വേറെ ചിന്താഗതികൾ, അപ്പോഴേ ഇത് ഹിറ്റ് ആവത്തുള്ളൂ. കാരണം ഇത് എനിക്കറിയാം, ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്കറിയാം, എനിക്ക് വളരെ ലൈവായിട്ട് അറിയാം. അപ്പൊ അതാണ് സംഭവം. അവര് ആ ഒരു കംഫർട്ട് സോണിനകത്ത് മാത്രമേ ഇരിക്കും, അങ്ങനെ ഒരു കംഫർട്ട് കൊടുക്കില്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പൈസ ഉണ്ട് എന്ന് വെച്ചോ, അപ്പൊ പപ്പ ഉള്ളായിരുന്ന സമയത്തായാലും പപ്പയുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഞാൻ വിട്ടു പപ്പ എനിക്കൊരു ബൈക്ക് വേണം, നിനക്കിപ്പോൾ ബൈക്കിന്റെ ആവശ്യമില്ല, അപ്പോൾ അവിടെ അങ്ങനെ പോയിരിക്കും, അതിനുള്ള പ്രായം നമ്മൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറയും. എന്നിട്ട് എനിക്ക് 20-22 വയസ്സായപ്പോൾ എനിക്ക് ബൈക്ക് മേടിച്ചു തന്നു. അതേസമയം ഇവരോട് പോയി ചോദിച്ചാലോ, പിന്നെന്ത്, ഒരു ബൈക്കും ഒരു ഡ്രൈവറും, വണ്ടി. അതാണ് അതിനകത്ത് പ്രശ്നം. നമ്മുടെ ഇല്ല എന്നൊരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പല ആൾക്കാർക്കും അറിയില്ല. നമ്മൾ പിന്നെ ഇല്ല നമ്മൾ ഉണ്ടെന്നുള്ള സാധനമാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇല്ല എന്നുള്ള അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കണ്ടില്ലേ, നോക്കിയപ്പോ എന്താ ഇത്രയും വന്ന് എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും ഇവിടെ സംഭവിച്ചാൽ ഇത്രേ ഉള്ളൂ, ഇവര് പരസ്പരം മനസ്സിലായില്ല. അത് വേണ്ട, അത് വേറെ സാധനം. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ അധികം ആൾക്കാർ, ഇവർക്ക് ഇമോഷൻസ് ഇല്ല, കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ഒന്നുമില്ല, അവരുടെ ലൈഫ് ജീവിച്ചു പോകുന്നു. ഓക്കെ, അമ്മയായാലെന്താ, അച്ഛനായാലെന്താ, പരസ്പരം യാതൊരു കണക്ഷൻസും. ഇതിനകത്ത് അമ്മൂമ്മയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് സിന്ധു കൃഷ്ണയാണ്. കാരണം ദിയയ്ക്കോ മറ്റേ അൻസുവിനോ ഒന്നും ഈ അമ്മൂമ്മയുടെ അറ്റാച്ച്മെന്റ് തോന്നേണ്ട കാര്യമില്ല. അമ്മൂമ്മ മറ്റേ ടിന്നുകൾ അടുക്കി വെച്ചേക്കുന്നു, അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരെ വിട്ടേക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്ന എത്ര പേരുടെ വീട്ടില് അമ്മമ്മ അരി പറഞ്ഞ ടപ്പ് അടിക്കും? എന്റെ വീട്ടിൽ എന്റെ പൊന്നു അമ്മൂമ്മ മരിച്ച സമയത്ത് അമ്മൂമ്മയുടെ തിങ്സ് എന്ന് പറയുന്നത് ഈ കട്ടിൽ അങ്ങനെ പരിപാടി ഉണ്ടല്ലേ, മെത്ത, അത് മാത്രമല്ല ഉണ്ടായിരുന്നത്, ഒരു ചാക്ക് നിറച്ച് ഈ ആക്രി സാധനങ്ങളാണ്. ഞാൻ എന്റെ അമ്മയോട് സോറി കേട്ടോ, എന്റെ അമ്മ ഇതേപോലെ ഡപ്പ വാരി നിറയ്ക്കാറുണ്ട്, പറഞ്ഞിട്ട് അത് എല്ലായിടത്തും ഉള്ള കാര്യമാണോ. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊക്കെ വലിയ സാധനങ്ങളാണ്. ദിയ കൃഷ്ണയുടെ ഫാമിലി അവര് റിച്ച് ആയിട്ട് വളർന്നുകൊണ്ട് അവര് നേരെ കടയിൽ പോകും, മറ്റേ കണ്ടെയ്നർ വാങ്ങും. നമ്മളെന്ത് ചെയ്യും, മേടിക്കുന്ന കണ്ടെയ്നർ കഴുകിയെടുക്കും, ബിരിയാണി മേടിച്ച കണ്ടെയ്നർ കഴുകിയെടുക്കും. അതെ, അത് തന്നെയാണ് സംഭവം ഇതിനകത്ത്. പറഞ്ഞു വന്നത് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഫാമിലീസ് ആണ്. ഒരു കുടുംബത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും രണ്ട് ലെവലിൽ ചിന്തിക്കുന്ന ഇത് എല്ലാവർക്കും ഇഷ്യൂ സോൾവ് ചെയ്യായിരുന്നു. ഈ അഹാനയ്ക്ക് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സാധനം, അഹാനയ്ക്ക് ഇത് പ്രതികരിക്കാൻ 1 മാസത്തേക്കുള്ളൂ, അങ്ങനെയല്ല. അവരുടെ മൈൻഡ് പ്രകാരം എന്നാ അവരുടെ റൈറ്റ് ആണെന്നൊരു മൈൻഡാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് തൻവിയെ കൊണ്ട് വീഡിയോ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അഹാന ഡിലീറ്റ് ചെയ്തോ? ഇല്ല, അൺലിസ്റ്റ് ചെയ്തേ ഉള്ളൂ. ലിങ്ക് വെച്ച് കയറിയോ? അൺലിസ്റ്റ് ചെയ്തേ ഉള്ളൂ ആ സാധനം. ഓക്കെ, അല്ല മറ്റേതും ഡിലീറ്റ് അല്ലേ, പ്രൈവറ്റ് ആക്കി? അല്ല, പ്രൈവറ്റ് ആക്കിയത് തൻവി ഡിലീറ്റ് ചെയ്തു. തൻവി പ്രൈവറ്റ് ആക്കി ആണോ? ഞാൻ കണ്ടോണ്ടിരുന്നപ്പോഴാണ് ദിസ് വീഡിയോ ഇസ് പ്രൈവറ്റ്. അഹാന പക്ഷെ അൺലിസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്തോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തൻവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, തൻവിക്ക് തന്റെ തെറ്റ് മനസ്സിലായി, ഞങ്ങള് എല്ലാ വീഡിയോ അഹാന പോയി. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, അഹാനയുടെ പോസ്റ്റിന്റെ ഒരു ടോൺ നോക്കണം. അതായത് തൻവിയെ ബന്ധുക്കളെല്ലാം കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, തൻവിക്ക് തെറ്റ് മനസ്സിലായി, തൻവിയോട് എന്തോ പറഞ്ഞ് മനസ്സിലാക്കി, ഉടക്കാൻ നീക്കി കഴിഞ്ഞാൽ പണി വാളോന്ന് മനസ്സിലാക്കി, അത്രയുള്ള സംഭവം. പക്ഷെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അത് അവരൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളർന്ന് അവര് പണി കിട്ടാൻ പോകുന്നത് അതേപോലത്തെ റൂഡായിട്ടൊരു തന്റെ അടുത്ത് പോയി പെടുമ്പോഴത്തേക്കും. പക്ഷെ ആ അമ്മേനെ വെറുതെ വിടും, എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം അവരെന്തെങ്കിലും എങ്ങനെ ഈ പറഞ്ഞ നിങ്ങൾ ഞങ്ങളോട് പറയാൻ പോലെ അവരെങ്ങനെയും ജീവിച്ചു പോട്ടെ, പ്രായമുള്ളൊരു അമ്മയാണ്. അവർ ആരെങ്കിലും കൂടെ ആരെങ്കിലും ടേക്ക് കെയർ, ആരും നോക്കില്ല, ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ ഒറ്റയ്ക്ക് ഞാൻ നോക്കിക്കോളാം. അതേ പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ഈ റൂമിൽ എവിടെ നോക്കിയാലും വൃത്തിയാ. മറ്റേ ഇതിന്റെ പരസ്യം ഉണ്ടല്ലോ, എന്താ പേര്, അല്ലല്ല, ഈ തറ തുടയ്ക്കുന്ന അല്ലെന്നേ, ലിക്വിഡ്, അതിന്റെ പരസ്യത്തിൽ ഇങ്ങനെ 2 സ്റ്റാർ തിളങ്ങൂല, അതുപോലെ ഇവിടെ എവിടെ നോക്കിയാലും തിളക്കുക. എന്റെ റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് പുരാതന ഏൻഷ്യൻ ഹിസ്റ്റോറിക്കൽ പ്ലേസ് പോലെ, ഇത് കണ്ടു കഴിഞ്ഞാൽ മ്യൂസിയം പോലെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ പറ്റും. അമ്മൂമ്മ വന്നോ, ഇവിടെ അടുത്ത കണ്ടല്ലേ. അല്ല, അവർ താമസിക്കുന്ന പറ്റൂലാന്ന് തോന്നുന്നു. എല്ലാം അറിയാം. പിന്നെ അപ്പൊ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ, ആ അമ്മൂമ്മയെ വെറുതെ വിടുക, അവർ ജീവിച്ചു പോട്ടെ, അവർ OCD-യോ അതങ്ങനെയാണ്, ആ പ്രായത്തിന്റെ ആണ്. അമ്മൂമ്മയെ വെറുതെ വിടുകയെന്നല്ല, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അത് നടക്കില്ലടോ, അത് നടക്കില്ല. ഈ അഡ്ജസ്റ്റ്മെന്റ് അവരുടെ കാര്യത്തിൽ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല.
അവരെ എല്ലാവരും അവരെ മറ്റേ വലിയ സംഭവമായിട്ട് കാണണം, അടിയാളന്മാരാണ് ബാക്കി എല്ലാവരും എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. അത് മാറത്തില്ല. പക്ഷെ ഈ അമ്മൂമ്മയെ നോക്കിക്കഴിഞ്ഞാൽ അമ്മൂമ്മ അഹാനെ മാത്രമേ കുറ്റം പറഞ്ഞിട്ടുള്ളൂ, അതെ, കുറ്റം അതെ, പറഞ്ഞിട്ടില്ല, ഹൻസുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല. വൈ ബട്ട് വൈ കോയിഫിഷ്യന്റ് ഓഫ് ചിലപ്പോ ഹൻസും മറ്റേ കുട്ടിയും അങ്ങോട്ട് പോകാറുണ്ടാവില്ലായിരിക്കും. അഹാനെ പണ്ട് പോയിട്ടുണ്ടാവും. അല്ല, അഹാൻ ഇത്രയും നാള് തങ്കക്കുടം മുത്തെന്ന് പറഞ്ഞിട്ട് അത് എക്സ്പോസ് ആയി പോയില്ല. എനിക്കറിയില്ല അഹാനെ കുറിച്ച് ഇങ്ങനെ ഒറ്റ വാക്ക്, നോട്ട് റിയൽ ആൻഡ് റിയൽ എങ്ങനെയല്ലേ അല്ലേ? അങ്ങനെയാണോ? റിയൽ രണ്ടും ഒന്നല്ല. കാര്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെയല്ലേ? എനിക്കറിയത്തില്ല. റിയൽ രണ്ടും ഒന്നല്ല. ഇതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ള ഉത്തരം. ശരിക്കും നിങ്ങൾ ഈ കാണുമ്പോഴത്തേന് ഇത്രയും ഭയങ്കരമായിട്ട് പറയുന്നത് ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് വെറും കൂതറയാണ്. അതേ ഉള്ളൂ, ഞാൻ അതാ പറഞ്ഞത്. അതാണ് റിയലും റിയാലിറ്റിയും വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതിനകത്ത് എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. തെറി വിളിക്കുകയാണ് ഇങ്ങനെ മാത്രം. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ആ അമ്മമ്മയുടെ ഭാഗത്താണ് എനിക്ക് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് അവരോട്. കാര്യം ഈ ഒരു സമയത്ത് അച്ഛനില്ല, അപ്പൂപ്പനില്ല. അപ്പോൾ അവർ 58 വർഷം ഒരുമിച്ച് ജീവിച്ചവരാണ് അല്ലേ? പെട്ടെന്ന് ഒരാളുടെ ആബ്സെൻസ് അവർക്ക് അത്രമാത്രം എഫക്ട് ചെയ്യും. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അമ്മൂമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി 2.5 മാസം കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണകുമാറിന്റെ ബർത്ത്ഡേ ഇവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും അവർക്ക് പുകയും അല്ലേ, ഉള്ളവർക്ക്. അങ്ങനെയാണ് ആ വീഡിയോ കോളിൽ തുടക്കത്തിൽ ഇന്ന് ജൂലൈ 12 ആണെന്ന് പറഞ്ഞു പറയുന്നത്. അപ്പൊ അതാണ് സംഭവം. ഇവർക്കത് വിഷമം വന്നു, എന്റെ ഭർത്താവ് മരിച്ചു ഇത്രയ്ക്കാന്ന് പറഞ്ഞാൽ അവര് റാവിസിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള ചിലപ്പോൾ അതായിരിക്കാം. ജൂൺ 12 പറഞ്ഞു. ജൂൺ 12 എന്തൊക്കെ പറഞ്ഞാലും സിന്ധു കൃഷ്ണയുടെ അച്ഛൻ തന്നെയല്ലേ ഇത്. ഉറപ്പായിട്ടും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഇമോഷനേ ഇല്ല. എന്റെ പപ്പ മരിച്ചിട്ട് ഞാൻ 2-3 വർഷം എടുത്തത് ഇന്ന് റിക്കവർ ആയി വരാൻ. ഞാൻ പറഞ്ഞു, അവർക്ക് കമ്മിറ്റ്മെന്റ്സ് ഒന്നും സാധനം ഇല്ല, ആരോടും ഇല്ല. തമ്മിലുണ്ടോ? അവനവന്റെ കാര്യം നോക്കി അവരവർ പോകുന്നു, അത്രേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ് പേര്, ഇൻഡിപെൻഡന്റ് എന്നാൽ അവർ തന്നെ സ്വയം വിളിക്കുന്ന ഒരു പേരാണ്. ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൽ നമ്മൾ കേട്ടു വളർന്നിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അയ്യോ, ഞാൻ അത്രയും സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു, അന്ന് കേട്ടു നടന്ന സംഭവങ്ങൾ അതൊക്കെ മായ്ച്ചോളാം. എല്ലാം കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാലേ മനു വേറെ എവിടേക്കൊക്കെ പോകും. അവന്റെ വേണമെങ്കിൽ പുകയൊക്കെ കാണാം. ഞാനിതാണ് വിഷയങ്ങളൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് സമീപിക്കാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.